രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിൽ. ഇതിപ്പോൾ ഇന്നലെ മൂന്നാമത്തെ കേസ് വേറെ വന്നു. അപ്പോൾ അതിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള വകുപ്പുണ്ട്. എന്താ, സാമ്പത്തിക ഇടപാടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല കോടതി കണ്ടെത്തിയത്. പിന്നെ ഭീഷണിപ്പെടുത്തി സാമ്പത്തികമൊക്കെയാണ്. അങ്ങനെ മറ്റ് സമ്മതപ്രകാരം ബന്ധപ്പെടാന്നുള്ളത് കോടതി ഇന്ത്യൻ നിയമമാണല്ലോ. അതുകൊണ്ടുള്ളപ്പോൾ കഴിഞ്ഞ കേസിലൊക്കെ രാവിലെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ നോക്കേണ്ടവരോ, ഇവിടെ പ്രശ്നം വേറെയാണ്. ഈ സ്ത്രീയും വിവാഹിതയാണ്. കേസെന്താണ്? കേസ് രാഹുൽ മാങ്കൂട്ടം വഞ്ചിച്ചു, വിവാഹമൊക്കെ വാഗ്ദാനം ചെയ്തൊക്കെയാണ്. അപ്പോൾ ഈ കേസ് കൊടുത്ത സ്ത്രീ എന്താ ചെയ്തത്? ഭർത്താവിനെ വഞ്ചിച്ചില്ലേ? അപ്പോൾ അതോ വിവാഹിതയായ സ്ത്രീകളപ്പോൾ ഇതൊക്കെ ഈ പിന്നെ ഗർഭിണിയാണൊക്കെ, മറ്റൊരാളുടെ ഗർഭം ധരിക്കണമൊക്കെ. അപ്പം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കൊണ്ടാണ് മറ്റുള്ള പുരുഷന്മാരെ തേടി പോണത്. എന്നിട്ട് അവർ വിവാഹം കഴിച്ചില്ല, അവർ പിന്നെ ഗർഭം മത്സരിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞാണ്ട് പിന്നെ കേസ് കൊടുക്കും ചെയ്യാം. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ് ഇപ്പോൾ.